എനിക്കറിയാം. അയാളൊരു സ്ട്രേഞ്ച് കേസുമായിട്ട് ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നിരുന്നു. വീട്ടിലാണ് വന്നത് രാത്രി. നമസ്കാരം. ഞാൻ ഗോപിനാഥൻ മേനോൻ. എഞ്ചിനീയറാണ്. ഇവിടെ എംപയർ ബിൽഡേഴ്സ് ജോലി ചെയ്യണം. അകത്തേക്ക് വിളിച്ചിരുത്തി സംസാരിച്ചൂടെ? അല്ല, അത് സാരമില്ല. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വന്നാ. എൻ്റെ ഒരു പരിചയക്കാരന് ഒരു പരാതി ഉണ്ടായിരുന്നേ. അയാളുടെ കുറേ സാധനങ്ങൾ മോഷണം പോയി. പരാതിയൊക്കെ സ്റ്റേഷനിലല്ലേ? അല്ല, ഇതൊരു പ്രത്യേക പരാതിയാണ്. ആരായാള്? ഒരു കള്ളനാ. കള്ളനോ? ആരായാളുടെ സാധനങ്ങൾ മോഷ്ടിച്ചത്? ഒരു പോലീസുകാരനാ. എന്താണ് മിസ്റ്റർ, നിങ്ങൾക്ക് വട്ടാണോ? കള്ളന്റെ മുതൽ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്നിട്ട് എവിടെയാ കള്ളൻ? ഇങ്ങോട്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നീ ആരാടാ? കള്ളൻ. പേര് പറടാ. തൊരപ്പം വാസു. റാസ്കൽ. തൊരപ്പത്തിന്റെ തന്തയിട്ട പേരാണോടാ? അല്ല, പോലീസുകാരിട്ട പേരാ. എന്തൊക്കെയായിരുന്നു അതിന്റെ സാധനങ്ങള്? ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. വായിക്കേ. ചെറിയ മണ്ണെണ്ണ സ്റ്റവ് 1, തകരപ്പാട്ട 1, സ്വർണ്ണമാല 2.1, പുല്ലുപായ 1, സ്വർണ്ണമോതിരം 1, പ്ലാസ്റ്റിക് ബക്കറ്റ് 1, പാൻസ് 2, ഷർട്ട് 4, ബ്രാസിന്റെ ടേബിൾ ലാമ്പ് 1, അലൂമിനിയം പാത്രങ്ങൾ ചെറുതും വലുതും 4, ഹാർമോണിയം 1. അതെവിടെ നടന്നിന്റെ ഹാർമോണിയം? കട്ടതാ. കളവ് മുതൽ കളവ് പോയി എന്നാടാ പരാതി. അത് കട്ടതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതാ. എഞ്ചിനീയറാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ കണ്ട കള്ളന്മാരുടെ വക്കാലത്ത് പറയാൻ തന്റെയൊക്കെ പണിയല്ലേ? എഞ്ചിനീയർമാരും ഡോക്ടർമാരും പുരോഹിതന്മാരും പോലീസുകാരും കള്ളന്മാരും ഒക്കെ മനുഷ്യന്മാര് തന്നെ സാറേ. അയാൾ എന്നാ കള്ളന് വേണ്ടി ഒരുപാട് നേരം എന്നോട് തർക്കിച്ചു. എനിക്ക് അയാളുടെ വാദഗതികൾ ഖണ്ഡിക്കാനായില്ല, അയാളെ സഹായിക്കാനുമായില്ല. രേണുവിന്റെ ചേട്ടച്ചാരെ ആളൊരു വഷളാട്ടോ. അയ്യോ, അതൊരു പാവമാ. പാവമൊന്നുമല്ല, അതിന്റെ നോട്ടം കണ്ടിട്ട് മഹാപെശക. ചേച്ചേ, നിനക്ക് എല്ലാ ആണുങ്ങളെയും സംശയ. ആണുങ്ങളൊക്കെ ബോറന്മാര് തന്നെയാ. Who speaks against men here? ഹായ് മുരളി. Hi. ഡൽഹിനെ പറ്റി കാലത്തെത്തി. മുരളി, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്. ഷീസ് രേണുക. We were together in Mumbai. Hi. And you're with? ഞാനവിടെ പഠിക്കുകയായിരുന്നു. All right. Her father was income tax commissioner there. അവളുടെ അച്ഛൻ റിട്ടയർ ആയപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നു. And then she was with me. ജേർണലിസവും പഠിത്തവും കഥയെഴുത്തും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ കൂടി. Oh, so you're a writer, eh? She has published 3 books, sir. Sorry, ഞാനൊന്നും വായിച്ചിട്ടില്ല. അത് മുഖം കണ്ടാലേ അറിയാം. Well, I don't read Malayalam. And the books are in English. Well, honestly, the only books I read, books on art. It's okay, Murli. Hey, who is this guy? ഇത് രേണുകയുടെ ഫ്രണ്ട് ഗോപിനാഥൻ മേനോൻ. He's no more. I see. എപ്പോഴാണ് നിന്റെ വിദേശയാത്ര? തീരുമാനിച്ചിട്ടില്ല. Hey, I know this guy. Yes, I know him. ഞാൻ ഇയാളെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. How come? ആകെ ഒരു തവണ മാത്രമേ ഞാൻ അയാളെ കണ്ടിട്ടുള്ളൂ, ഒരു രാത്രി. പക്ഷേ എനിക്ക് അയാളെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ജിജോയുടെ ബാച്ചലർ പാർട്ടിയാണ്. ഐ ഷോട്ട് ദിസ് ഫോർ ഹിം. പക്ഷേ ആ തെണ്ടി ഇതുവരെ കാസറ്റിൻ്റെ പൈസ പോലും തന്നിട്ടില്ല. ഞാനിവിടെ ഹെൽസിങ്കി പോയപ്പോഴാണ് നമ്മുടെ നാടിനെ പറ്റി മനസ്സിലാക്കിയത്. ഇതെന്റെ ഫ്രണ്ട് ഗോപി. ഹലോ. ഇത് പിന്നെ അറിയാലോ, നമ്മുടെ ഫേമസ് തിരുമേനി. ഹാവ് എ നൈസ് ടൈം. ഓക്കെ. എന്ത് തനിക്ക് ബോധിച്ചില്ലേ? തിരുമേനി പറയുന്ന ഒരു നല്ല കാര്യങ്ങൾ സംശയിച്ച് നിൽക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
അങ്ങനെയൊന്നും അല്ല തിരുമേനി. പിന്നെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ തെളിച്ച് പറയാ. ഇത് വല്ല ഇവിടെ പറയടോ. എന്ത് കഷ്ടം. നമ്പൂതിരിമാരോട് തർക്കിക്കണമെങ്കിൽ അത്യാവശ്യം വായനാശീലമൊക്കെ വേണം. ശൂദ്രന്മാർക്ക് അത് എവിടെ നിന്നുണ്ടാവാനാ? ഒന്ന് പിടിച്ചേ തിരുമേനി, ഒന്നും കൂടി വരൂ. ഓ വരാം, ഉത്തരം കിട്ടിയാൽ മതി. എവിടേക്ക് കാണിച്ചാ വരാം. വരൂന്നേ. ഇത് പിടിക്കപ്പോ വരാം. പറയാ. ഉത്തരം പറയാ. അയ്യോ, എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? കഴിക്കോളൂ, ഒക്കെ ഭേദാവും. വേഗം. തിരുമേനിയുടെ നാടെവിടെ? ഞാൻ കാട്ടിയ കരണ്ടാട്ടാ, പൊക്കോളൂ. എന്ത് പണിയാണ് ഇഷ്ട? നീ ഇതിന്റെ ഒരു കോപ്പി ഇവൾക്ക് കൊടുക്കണം. ഓ യാ ഷുവർ. ലെറ്റ്സ് ഗോ. Yeah. Hey Mulli, will you drive us back? ഓ യാ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, അയാൾ എന്തിനായിരുന്നു? ഹലോ മോളെ, ഇത് ഞാനാ. എന്താ ഇത്ര വൈകിയത്? ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് വിളിച്ചുകൊണ്ട് വരാം. സ്കൂട്ടറിൽ വേണ്ടേ? ഹലോ, ഞാൻ കാലത്ത് എത്തിക്കോളാം ചേച്ചി. ഗുഡ് നൈറ്റ്. ചേട്ടൻ രാത്രി വന്ന് വിളിച്ചോണ്ട് പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ അയാളൊരു സന്ദർഭം നോക്കിയിരിക്കാന്ന്. നീ പോടി.